ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിഷാദ് പാലക്കാട്. ഞാൻ മാത്രമല്ല നമ്മുടെ ആളുണ്ടെന്ന്. ഹലോ എവ്രിവൺ, ഞാൻ ഷഫ്ന. അപ്പോൾ നമ്മൾ പരിചയം ഉണ്ടാവില്ലല്ലേ? ഞാൻ പുതിയൊരാളെന്ന് പറയാത്തത് എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഷഫന, ഒരുപാട് ആളുകളാണ് വീഡിയോ കണ്ടത്, ഒരുപാട് ആളുകൾ വിളിച്ചതും, പക്ഷെ സംശയങ്ങളോട് സംശയങ്ങളാണ്. അപ്പോൾ നമ്മളെ ഷഫ്നാക്കും സംശയങ്ങളുണ്ട് അല്ലേ? കാരണം അന്ന് സ്ഥലമൊക്കെ വന്ന് കണ്ടു, അപ്പോൾ ഒരു സ്കീമാണെന്നൊക്കെ പറഞ്ഞു. എന്ത് സ്കീം എന്ന് നമ്മൾ വിശദീകരിച്ചാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിരവധി ആളുകൾ എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഫേസ്ബുക്കിൽ ഒരു 64,000 ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ എത്ര ആൾ വിളിച്ചിട്ടുണ്ടെന്ന് ഊഹിച്ച് നോക്കിയാൽ. ഷഫ്ന വീഡിയോ ചെയ്ത് പോയി, നമ്പർ എൻ്റെ വെച്ചിരിക്കണേ. എത്ര ആളെ വിളിച്ചറിയോ? പിന്നെ ആളെ വിളിച്ചാൽ കിട്ടണില്ല, സ്കൂളാണ് അല്ലേ, ക്ലാസ് ആണ്. പിന്നെ ഇപ്പം ഇന്ന് ഞായറാഴ്ച ആയിട്ട് നമ്മൾ ആളെ കയ്യോടെ പൊക്കിയതാണ്. അപ്പോൾ ഇന്ന് സംശയങ്ങൾക്കുള്ള ഒരു മറുപടി അല്ലേ? ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും ചോദിക്കാട്ടാ. എന്റെ സംശയം നിങ്ങളുടെ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ പ്രോഗ്രാം കാണുന്നവരുണ്ട്. നമ്മൾ 1, 2, 3 വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്കീമിനെ കുറിച്ച് ഷഫന. ഓക്കെ, അതിൽ മൂന്നാമത്തേലാണ് ഷഫന വന്നത്. അപ്പോൾ ഈ ആദ്യത്തെയും രണ്ടാമത്തെയും കാണാത്ത ആളുകളാണ് മൂന്നാമത്തെ കണ്ടിട്ടുണ്ടാവുക. അവർക്കാണ് കൂടുതൽ സംശയം. പിന്നെ ഈ പ്രോഗ്രാം ചിലപ്പോൾ ഇതിന് മുന്നത്തെ കാണാത്തവരുണ്ടാവും. അപ്പോൾ എന്തപ്പോൾ രണ്ടാളോട് പറയണമെന്ന് പറഞ്ഞിട്ട് ഇനിയും സംശയങ്ങൾ കൂടും. അപ്പോൾ നമ്മൾ 1 by 1 ആയിട്ട് ചെയ്യാം. നമ്മൾ എന്താണ് ഈ ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം എന്നുള്ള കാര്യം ഒന്ന് ആദ്യം പറയാം. അതായത് പിന്നെ നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ നിൽക്കുന്നൊരു സ്പേസ് കണ്ടില്ലേ, എത്ര മനോഹരമായ ഒരു സ്പേസ് ആണല്ലേ? ഒരു ഇരുമ്പും അതുപോലെ കർപ്പറ്റും അതുപോലെ കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് ടെഡ്ഡി ബിയറൊക്കെ അവിടെ ചിരിച്ചിരിക്കണേ. ഷഫ്നയാണ് അവിടെ തന്നെ ഉണ്ട്. പോകുമ്പോൾ വേണമെന്നിട്ട് വാശി പിടിക്കരുത് കേട്ടാ. നമ്മളെ രാജ്യത്തേക്ക് അതെ, ഇവിടെ കണ്ടാലും ടെഡ്ഡി ബിയർ ഉണ്ട് അവിടെ, അത് വേണം. അപ്പോൾ എന്തായാലും നമ്മൾ അതായത് ഇതൊരു സംഭവം പെട്ടെന്നൊരു ദിവസം ഉണ്ടാവോ? ഉണ്ടാവില്ല. കുറേ കാശ് ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരാൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കുറേ പേരോ ചേർന്ന് നമ്മളൊരു പദ്ധതി തുടങ്ങി വിജയിപ്പിക്കുക. ഒരു ഹോട്ടലായിക്കോട്ടെ, ഒരു പിന്നെ എന്താ പറയുക, വരുമാനം കിട്ടുന്ന എന്തും ആയിക്കോട്ടെ, അതൊരു സുപ്രഭാതത്തിൽ ഉണ്ടാവില്ല. കുറേ പേരുടെ അധ്വാനം ഉണ്ടാകും, കുറേ പേര് കാശ് ഉണ്ടാവും, ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതേപോലെ നമ്മളൊരു അഗ്രികൾച്ചർ സൊസൈറ്റി രൂപീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അഗ്രികൾച്ചർ സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ പിന്നെ കൃഷി ചെയ്യാൻ നമുക്ക് ആദ്യം എന്താ വേണ്ടത്? ലാൻഡ് വേണം. ആ ലാൻഡ് വാങ്ങിക്കാൻ, അതായത് സ്ഥലം വാങ്ങിക്കാൻ നമ്മുടെ എല്ലാ പ്രേക്ഷകരും കൂടിയിട്ടില്ലേ, നമ്മുടെ ചാനൽ കാണുന്ന നിരവധി 1 ലക്ഷത്തിന് മേലെ ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും കൂടി കൈ കോർത്ത് 10,000 ആണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ഷഫ്നാടത്ത് നമ്മൾ വാങ്ങിച്ചത് 10,000 ആണ്. അത് 1 സെൻറ്റിൻ്റെ ഷെയറാണ്. അപ്പോൾ ഈ ഒരു 10,000 മുടക്കിയിട്ട് അങ്ങനെ ഒരു 300 പേര് കാശ് മുടക്കുമ്പോഴാണ് നമുക്ക് 300 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ പറ്റുക. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ? 300 പേര് 10,000 രൂപ വെച്ചാൽ 300 സെൻറ്റ് സ്ഥലം വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവരും ചിലപ്പോൾ ചില ആളുകൾ പറയും ഞാൻ 5 സെൻറ്റിൻ്റെ കാശ് തരാം, 10 സെൻറ്റിൻ്റെ കാശ് തരാം, 20 സെൻറ്റിന് തരാൻ പറയണം. അപ്പോൾ 5 സെൻറ്റ് പറയുമ്പോൾ 50,000 രൂപയായി അല്ലേ? ചിലപ്പോൾ ഈ 10 ആകുമ്പോൾ 1 ലക്ഷം രൂപയായി. അപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും. ഒരു സംശയം, ഫ്രണ്ട്സിന് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നോ? എന്താ പറഞ്ഞ ക്ലാസ്സിൽ പോയപ്പോൾ അവരൊക്കെ പറഞ്ഞു ഷഫ്നാന്റെ 10,000 പോയി, അപ്പോൾ ഇനി കിട്ടില്ല, നിനക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം ഒന്നുകൂടെ എന്ന്. അപ്പോൾ അവർക്ക് ചെറുതല്ലേ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇത്ര സംശയം വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയി പറഞ്ഞു കൊടുത്തു വെച്ചാൽ അവരും കൂടെ ഇൻവെസ്റ്റ്. ഓ തീർച്ചയായിട്ടും. അതായത് നമുക്ക് നിരവധി സംശയങ്ങൾ അടിയിൽ ആട്, തേക്ക്, മാഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് അടക്കം കാണാറുണ്ട്. കാശ് പോയി പറ്റിക്കാൻ വേണ്ടി പുതിയൊരു സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളോട് നമ്മൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. അപ്പോൾ ഷഫ്നാടെ ഫ്രണ്ട്സിനോട് പറയണം, ഈ 10,000 രൂപ ഒരിക്കലും പോവില്ല. കാരണം അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണില്ല, ബിസിനസ് ഒന്നും ചെയ്യണില്ല. ഓക്കെ, 10,000 ഷഫ്നാട് 10,000 ഇപ്പോൾ ഇന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്ന് തിരിച്ചു തരും. പക്ഷെ ഒരുപാട് പേര് ഒന്നിച്ച് ചോദിച്ചാൽ നമുക്ക് തരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്, ആർക്കെങ്കിലും നമ്മളെ ഈ ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ നമ്മളെ ഈ ചാനലിൽ അല്ലെങ്കിൽ എന്നിലൊക്കെ ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടു തോന്നുകയാണെങ്കിൽ എന്ത് വരണം? ഉടനെ എൻ്റെ 10,000 രൂപ ഇങ്ങ് തന്നേക്കേ വരണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1 മാസം സമയം ചോദിക്കും. കാരണം എല്ലാവരും ഇപ്പോൾ ഇന്നിപ്പോൾ ചോദിച്ചാൽ 10,000 രൂപ എടുത്ത് തരാൻ കഴിയും, പക്ഷെ 10 പേര് ഒരുമിച്ച് ചോദിച്ചാൽ എന്ത് ബുദ്ധിമുട്ടാവില്ലേ? അപ്പോൾ നമ്മൾ ഈ പദ്ധതിയിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആരും 10,000 രൂപ ചെയ്യുന്ന ഒരാൾ തിരിച്ച് നമുക്ക് ഇത് വേണ്ട, എൻ്റെ കാശ് തിരിച്ചു വേണം പറഞ്ഞാൽ നമ്മളത് 1 മാസം കൊണ്ട് തിരിച്ചു കൊടുക്കും. ഓക്കെ, ക്ലിയർ ആയില്ല? അത് ഇനി അപ്പോൾ തോന്നും പിന്നെ 1 മാസം കൊണ്ട് തിരിച്ചു കിട്ടിയ എന്താണ് നമുക്കെന്താ മെച്ചം ചോദിക്കും. നമ്മൾ സാധാരണ ഒരു പദ്ധതി, ഇപ്പോൾ ഒരു LIC, വീട്ടുകാരങ്ങനെ ചിലവർ LICയിൽ പൈസ അടച്ചിട്ടുണ്ടാവും. പെട്ടെന്നൊരു അത്യാവശ്യം നമ്മൾ ഓടിപ്പോയി ചോദിച്ചാൽ തിരിച്ചു തരുമോ? ഇല്ല. അതിൻ്റെ ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. ആ സമയം കഴിഞ്ഞാൽ 10 വർഷം, 5 വർഷം, 7 വർഷം ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതുപോലെ നമ്മൾ ആരും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല.
നമ്മൾ അത് കൊടുക്കുകയാണെന്നല്ല പറയുന്നത്, അതിന് അതിൻ്റെതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും, നമ്മൾ അവരെ കുറ്റം പറയാനല്ല. പക്ഷേ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു സംഭവം വിജയിപ്പിക്കണം എന്നായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ തന്ന കാശ് തിരിച്ചു കൊടുക്കുമ്പോൾ ലാഭം പ്രോഫിറ്റ് അതൊന്നും കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ആ ടൈം പരിധി 5 വർഷം നമ്മൾ കഴിയുമ്പോൾ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് ഒരു ചോദ്യം ഉണ്ടാവും അല്ലേ. ഇപ്പോൾ 10,000 തന്നു, ഇതെങ്ങനെ എന്താ തിരിച്ചു കിട്ടാന്ന്. അപ്പോൾ നമ്മൾ പറയണത് 10,000 വാങ്ങിച്ചിട്ട് ഇരട്ടിപ്പിച്ച് കൊടുക്കാൻ ആരോടും പറയണില്ല. ഓക്കെ, അത് പറഞ്ഞാൽ വെറുതെ വാക്കുകൊണ്ട് പറയാം, പക്ഷെ ചെയ്യാൻ കഴിയില്ല. പിന്നെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ആയിട്ട് ഇപ്പോൾ നമ്മൾ വാഴക്കൃഷിയോ ചീരകൃഷിയോ ഒക്കെ ചെയ്താൽ ലാഭം കിട്ടിയാലോ ഓക്കെ. നമുക്ക് ലാഭം കിട്ടും 100% പറയാൻ പറ്റുമോ? ഇല്ല. അല്ലെ, എന്തെല്ലാം നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങളുണ്ടാകും. കാറ്റടിക്കും, ആന വരും, പന്നി വരും, അങ്ങനെ പല പ്രശ്നം ഉണ്ടാവും. എന്തായാലും നമ്മൾ അടുത്ത സ്ഥലത്ത് ആന വരാൻ സാധ്യതയല്ല, ഇതുവരെ വന്നിട്ടില്ല കേട്ടാ. പന്നിയൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പം നമ്മൾ അതിൽ നിന്ന് നല്ല ലാഭം കൊടുക്കുന്നത് 10,000 രൂപയ്ക്ക് ഒരു സെൻറ്റ് വാങ്ങിച്ച ആള്, ഇത് ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകം പറയണം, അവർക്ക് 5 വർഷം കഴിയുമ്പോൾ എന്താണ് ആ സ്ഥലത്തിന് വില? 10,000 രൂപയ്ക്ക് വാങ്ങിച്ച സ്ഥലം 5 വർഷം കഴിയുമ്പോൾ 10,000 തന്നെയൊക്കെ നമ്മൾ കൊടുക്കുമോ? കൊടുക്കില്ല. മിനിമം ഒരു 11,000 അല്ലെങ്കിൽ 12,000 അല്ലെങ്കിൽ 13,000 എന്താണ് 5 വർഷം കഴിയുമ്പോൾ അവിടുത്തെ സ്ഥലത്തിന് വില. ആ ഒരു വിലയ്ക്കാണ് നമ്മൾ ആ സ്ഥലം കൊടുക്കുക. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്താ ചെയ്യേണ്ടത് അറിയോ, നമ്മളെ സൊസൈറ്റിയിലുള്ള ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മളൊരു 300 പേര് കൂടി ചേർന്നിട്ടാണ് വാങ്ങിക്കുന്നത് 300 ഷെയർ. അപ്പോൾ പുറത്തത്തെ ഒരാൾക്ക് കൊടുക്കണേക്കാട്ടിലും നമ്മളിൽ തന്നെ ആരാ വാങ്ങിക്കാൻ തയ്യാറുണ്ട് നമ്മൾ അവർക്കാണ് കൊടുക്കേണ്ടത്. ഇല്ല ആർക്കും വേണ്ടാന്ന് പറയുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ പുറത്തുള്ളവർക്ക് കൊടുക്കാൻ പറ്റുക. കാരണം 1 സെൻറ്റ് സ്ഥലം ഒരാൾക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ അതിനകത്ത് ഒരു 5 സെൻറ്റ് 10 സെൻറ്റ് ഉള്ള ആൾക്ക് 1 സെൻറ്റ് കൂടി കൂട്ടിയെടുക്കുകയാണെങ്കിൽ ഇതാ നീ എത്ര ചോദിക്കണം 11 12 കൊടുത്താൽ ആ പ്രശ്നം അടുത്ത് വരുന്നു. അപ്പോൾ 5 വർഷം കഴിയുമ്പോൾ ഇങ്ങനെയാണ് ലാഭം. ഓക്കെ, അത് ക്ലിയർ അല്ലേ? അപ്പോൾ കാശ് പോവില്ല. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഇനി എന്താ ബെനിഫിറ്റും ചോദിക്കുക ആൾക്കാർ അല്ലേ. അതായത് 5 വർഷം കഴിഞ്ഞിട്ട് ഇതാണ് കിട്ടുള്ളൂ, വേറെ ഒന്നും കിട്ടില്ല. വേറെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, നമ്മൾ അധ്വാനിക്കണം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ആ ചെയ്യുക എന്നുള്ളത് എങ്ങനെയാണ്? ഇപ്പോൾ ചിലവർ ചോദിച്ചപ്പോൾ ഷെഫിനെ തന്നെ ചോദിച്ചു എന്നോട് 2 ദിവസം വിളിച്ചപ്പോൾ, എന്താ ഇനി കൃഷി ചെയ്യാനെന്ന് ഞങ്ങൾ സ്കൂളൊക്കെ വിട്ട് ഞങ്ങൾക്ക് സമയം ഉണ്ടാവും, എപ്പോഴെങ്കിലൊക്കെ വരാം, വിളവെടുപ്പിനൊക്കെ വരാമെന്ന്. നല്ല വിളവാണ് കേട്ടാ. അപ്പോൾ വിളവെടുപ്പ് എന്നാൽ തണ്ണിമത്തം കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു. തണ്ണിമത്തം വിളവെടുപ്പിനൊക്കെ വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ വിളവ് കയ്യിലിരിക്കട്ടെ, ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും പിന്നെ അവിടെ അതിനൊക്കെ വരാമെന്ന്. പിന്നെ മുറിക്കുമ്പോൾ കഴിക്കും ചെയ്യാമല്ലോ, തണ്ണിമത്തം മധുരം അതിനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ സത്യത്തിൽ നമുക്കവിടെ ഒരു കൃഷി വിജയിക്കണമെങ്കിൽ പാടത്ത് ഇറങ്ങി പണി കാര്യങ്ങൾ കുറേ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വാശി പിടിക്കണില്ല, എല്ലാ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരും വന്നിട്ട് അവിടെ തന്നെ പണിയെടുക്കണമെന്ന് പറയണില്ല. നമുക്ക് 2 കാര്യമാണ് ചെയ്യാൻ പറ്റുക. ഇതിന്ന് ലാഭം കിട്ടാൻ സാധ്യതയുള്ള 2 കാര്യം കേട്ടോ. നമ്മൾ കൺഫേം ആയിട്ട് നമ്മൾ കിട്ടുന്നത് പറഞ്ഞു, സ്ഥലത്തിൻ്റെ വില എന്താണോ അത് കിട്ടും. പിന്നെ നമുക്കൊരു ഉദാഹരണം പറയണം. നമ്മളിതിൻ്റെ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഗ്രൂപ്പിൽ ആളുണ്ടല്ലോ അല്ലേ, കുറേ ആളുകളുണ്ട്. നമ്മളെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. അതായത് കേരളത്തിലുള്ളവരുണ്ട്, കേരളത്തിന് പുറത്തുള്ള തമിഴ്നാട്, അതേപോലെ തന്നെ ആന്ധ്ര, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ആളുകളുണ്ട്, കുറേ മെമ്പേഴ്സ് ഉണ്ട്. പിന്നെ ഇന്ത്യക്ക് വെളിയിലുള്ള ആളുകളുണ്ട്, യൂറോപ്പിലും അമേരിക്കയിലും അതല്ലേ പുറത്തൊക്കെയുള്ള ആളുകൾ, സൗദിയിലുള്ള ആളുകൾ, കുവൈത്തിലുള്ള ആളുകൾ, ബഹ്റൈനിലുള്ള ആളുകൾ, എല്ലാം നമ്മൾ ആ നമ്പേഴ്സ് നോക്കിയാൽ കാണാൻ കഴിയും. ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ കാശ് തന്നവരെ മാത്രമാണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളത്, അല്ലാത്ത ആരും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഉള്ളൊരു സംശയമാണ്, എല്ലാവർക്കും ഒന്നിച്ച് വന്ന് അവിടെ പണിയെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 1000 വാഴ വെക്കാമെന്ന് വിചാരിക്കുക. ഒരു വാഴക്കൃഷി, വാഴ ഉദാഹരണം പറയാം കേട്ടോ. ഇനി വാഴ എന്താ നാളെ വെച്ചില്ല ചോദിക്കരുത്, നമ്മൾ വാഴ തന്നെ വെക്കുന്ന ഉറപ്പില്ല, ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ ഒരു വാഴക്കന്നിന് ഇന്നത്തെ നാട്ടിൽ നമ്മളൊരു നഴ്സറി പോയിട്ട് ചോദിച്ചാൽ 20 രൂപയാണ് വില. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ അടുത്ത മാസം നമുക്ക് ഒരു 1000 വാഴ വെച്ചാലോ നമ്മൾ ഗ്രൂപ്പിൽ ചോദിക്കുക. അപ്പോൾ എല്ലാവരും ഓക്കെ പറയുകയാണെങ്കിൽ 1000 വാഴയ്ക്ക് ഒരു 20,000 ആവും. ഓക്കെ, 20,000 രൂപ ആകുമ്പോൾ നമ്മൾ ഒരാളുടെ ഒരു സംരംഭമാണ് പറഞ്ഞാൽ ഞാൻ തന്നെ മുടക്കണം 20,000. അപ്പം നമ്മൾ ഇത്രയും പേരുണ്ടാകുമ്പോൾ ഒരാൾക്ക് ഒരു 60 രൂപ 65 രൂപയ്ക്കാണ് വരുള്ളൂ. ഒരു 300 ഡിവൈഡ് ബൈ 300 ആക്കുമ്പോൾ പിന്നെ അതിന് വെക്കാൻ കൂലി വേണം, നനയ്ക്കാൻ വെള്ളം വേണം, അത് നനയ്ക്കാൻ ആൾ വേണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെറിയ എക്സ്പെൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ എങ്ങനെ കണക്കാക്കിയാലും ഒരു 200 രൂപ അല്ലെങ്കിൽ ഒരു 250 രൂപ നമുക്കൊരു വാഴ ഒരാൾക്ക് മൊത്തത്തിൽ 1000 വാഴ വെക്കുകയാണെങ്കിൽ ചിലവ് വരും. അപ്പോൾ നമ്മൾ നാളെ എല്ലാവരും ഒരു 300 രൂപ ഇടാമോ, അപ്പോൾ നമുക്ക് വാഴ വാങ്ങിച്ച് വെക്കാം. അല്ലെങ്കിൽ അതിലും ചിലവ് കുറഞ്ഞത് ചീര വെക്കാം, ചീര ആകുമ്പോൾ പെട്ടെന്ന് വിളവെടുക്കാം. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ വലിയൊരു ഭാരം നമുക്ക് വരുന്നില്ല. ഇനി എല്ലാവരും അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് അത് ചെയ്യാം. ഇനി മുയൽ വല്ലതും വളർത്തണോ, കരിമ്പ് കൃഷി ചെയ്യണോ, എന്താ ചെയ്യണം, എക്സ്പെൻസ് നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ബെനിഫിറ്റ് കിട്ടിയാൽ എല്ലാവർക്കും ഡിവൈഡ് ചെയ്തെടുക്കാം. ഓക്കെ, അത് കറക്റ്റ് അല്ലേ? അപ്പോൾ വലിയ നഷ്ടമുണ്ടോ? നഷ്ടമല്ല. ഇതിന് മെയിൻ നമ്മളൊരു സ്വപ്നം എന്താ വെച്ചാൽ വിഷം വാങ്ങിച്ച് കഴിക്കുന്ന മലയാളികൾക്ക്
വിഷമൊന്നും അധികം ഇടാതെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിന് വേണ്ട രാസവളങ്ങളൊക്കെ ചിലപ്പോൾ ഇടേണ്ടി വരും. കൂടുതൽ വലിയ വലിയ മാരകമായ മറ്റേ ഇതൊന്നും ഇല്ല, എന്താ നമ്മൾ എൻഡോസൾഫാൻ പോലത്തെ ഒന്നും ഇല്ലാതെ കുറച്ച് കൃഷി ചെയ്യുക. അടുത്ത തലമുറക്കെങ്കിലും കൃഷിയിലേക്ക് നമ്മളൊന്ന് കൈപിടിച്ച് കൊണ്ടുവരിക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതോട് കൂടെ വിദേശത്തും പല സ്ഥലങ്ങളിലും വർഷങ്ങളോളം ജോലി ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ വെറും കൈയോടെ വരുന്ന ആളുകളുണ്ട്. ഇപ്പം എന്നോട് ഈ അടുത്തൊരു ഇക്ക നമ്മുടെ അടുത്ത ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഗൾഫിൽ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും ഉണ്ട്, കുടുംബക്കാരുണ്ട്, ഫംഗ്ഷൻ എല്ലാത്തിനും മുന്നിൽ വേണം. ഗൾഫിൽ നിർത്തി നാട്ടിൽ വന്നപ്പോൾ ആർക്കും അത്ര ഇതില്ല. അപ്പോൾ ആൾക്കൊരു ഒറ്റപ്പെടൽ നാട്ടിൽ നിൽക്കുമ്പോൾ. അപ്പോൾ ഇടയ്ക്ക് വന്നു പോകാനും നമ്മുടെ ഫാം വിസിറ്റ് ചെയ്യാനും അവിടെ ഇരിക്കാനൊക്കെ ആളുകൾ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്ന് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇടയ്ക്ക് വരാൻ ഒരു ചേഞ്ച് ആവുമല്ലോ, ഒരു ഡിപ്രഷനൊക്കെ കുറയ്ക്കാൻ. അപ്പോൾ ഇങ്ങനെ ഇതിനൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താതെ പിന്നെ നമുക്കവിടെ ആഗ്രഹമുണ്ട്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫാം ടൂറിസം പോലെ ജനങ്ങൾ മൊത്തം അങ്ങോട്ട് ഒഴുകി എത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അത് പെട്ടെന്ന് നടക്കില്ല. ഇപ്പോൾ നമ്മൾ പ്രവാസികളൊക്കെ കൂടിയിട്ട് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ അടിപൊളി ഒരു അഗ്രികൾച്ചർ കൂട്ടായ്മ ഉണ്ടാക്കി, വളരെ സക്സസ് ആയി. ഇന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ 100 രൂപ ടിക്കറ്റ് കൊടുക്കണം, ആലോചിച്ച് നോക്ക്. അപ്പോൾ അത് എന്ന് വെച്ചാൽ ഒരുപാട് നാളത്തെ അധ്വാനം പ്രയത്നം ഒരുപാട് ആളുകൾ സഹകരിച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് സംഭവിച്ചത്. അപ്പോൾ നമ്മൾ ഒറ്റടിക്ക് നമ്മൾ വലിയൊരു മലയെടുത്ത് കയറ്റാൻ പറ്റില്ല, പയ്യെ 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 പയ്യെ. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം അല്ലേ. അപ്പോൾ ഈ കാണുന്ന ഒരു പാർക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രവാസിയുടെ ഒരു സംരംഭമാണിത്. വളരെ എന്താ പറയുക, ഈ ഒരു ഇതൊന്നും നമുക്ക് നടന്ന് കാണാം, നമ്മുടെ പ്രേക്ഷകർ കൂടി കണ്ടോട്ടോ. ഹില്ലാൻഡ് പാർക്ക് എന്നാണ് പേര്. കോങ്ങാട് ടൗണും പരിസരത്തൊക്കെ ഉള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. സത്യത്തിൽ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ അല്ലേ, പക്ഷെ ഇതൊരു പാറപ്പുറത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. നോക്ക്, താഴെ നോക്ക്, ആ ഒരു ഭാഗത്തേക്ക് നോക്ക്. ഇതാരെങ്കിലും 100 അഭിപ്രായം ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും, ഇതൊരു പാറയല്ലേ, അത് എന്തിനാ വാങ്ങി, ഈ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരുപാട് നിരുത്സാഹപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട് ആളെ. പക്ഷേ ആൾ നല്ല അടിപൊളി മൈൻഡ്, നല്ല വർക്ക് ചെയ്യുന്ന ആളും കഠിനാധ്വാനിയാണ് അല്ലേ, സുലൈമാൻ ഹാജി എന്ന് പറയും. അപ്പോൾ ആളൊരു പ്രയത്നത്തിലാണ് ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചത്. ഗൾഫൊക്കെ നിർത്തിപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ്. ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു അൺടൈമിൽ വന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ നിറയെ കുട്ടികൾ ഇവിടെ കളിക്കാൻ ഇപ്പോൾ ഈവനിങ് ടൈം, ഇപ്പോൾ ഒരു എക്സാമിൻ്റെ ടൈം കൂടിയാണല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ പിന്നെ തുറക്കുന്നതിന് മുമ്പ് വന്നു നമ്മളല്ലേ, നമ്മളൊരു നന്നായിട്ട് സംസാരിക്കാൻ ഒരു പ്രൈവസി ആയിട്ടൊരു ഇടന്നുള്ള രീതിയിൽ നേരത്തെ വന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി ഒരു പാറൻ്റെ മേലെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. ഒരുപാട് സംഭവങ്ങൾ നമ്മളിത് വിശദമായിട്ട് നമുക്ക് വേറെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമ്മളെ വിഷയം മാറിപ്പോൾ. അപ്പോൾ അതായത് അപ്പോൾ നമ്മൾ ഡൗട്ട്സ് എന്താ ക്ലിയർ ചെയ്ത്, കാശ് തന്നത് പോവില്ല, തന്ന 10,000 രൂപ 5 വർഷം കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും. ആ തിരിച്ചു കിട്ടുമ്പോൾ എന്താണോ മാർക്കറ്റ് വില ആ വിലക്കായിരിക്കും അല്ലേ. പിന്നെ നമ്മളവിടെ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുക അല്ലേ. കൃഷിയൊക്കെ ചെയ്യണമെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുക. പിന്നെ വേറെ എന്താ സംശയം, ആരെ പേരിലെ രജിസ്ട്രേഷൻ ചെയ്യാം അല്ലേ. അതല്ലേ കുറേ പേര് ചോദിക്കണം, എല്ലാവരും ചോദിക്കണം 1 സെന്റിനുള്ള പൈസ തരും, അല്ലെങ്കിൽ 5 സെന്റിന് തരും, 10 സെന്റ്. അപ്പോൾ ഇതെന്താ ഞങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തരാത്തെന്ന് ചോദിക്കണേ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയത് എന്താണ്, ഒരു സൊസൈറ്റി ആയിട്ട് വലിയൊരു സംഭവമായി രൂപപ്പെടുത്തിയെടുക്കാനാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും 5 സെന്റ് 3 സെന്റ് 10 സെന്റ് രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ അത് സക്സസ് ആവോ? ഇല്ലല്ലോ. കാരണം 10 സെന്റ് വാങ്ങിയാൽ പറയില്ല നാളെ ഞാൻ അത് കൊടുക്കണ്, അല്ലെങ്കിൽ ഞാൻ വേറെ കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് എൻ്റെ സ്ഥലമാണ്, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞാൽ എന്ത് ചെയ്തു. ഇപ്പം എനിക്കൊരു സ്വപ്നമുണ്ട്. ഞാൻ എന്തായാലും നമ്മൾ 1-2 കുതിരയൊക്കെ വാങ്ങിക്കണം. അത് സ്വപ്നമാണ്. അത് ഈ പ്രോഗ്രാമിൽ വാഗ്ദാനം തരല്ലേ. ഒരു 1-2 കുതിരയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പല ആളുകളും കുതിരപ്പുറത്ത് പോകുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും. നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും, നാട്ടിലെ സാധാരണക്കാരും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എല്ലാവർക്കും സൗകര്യം കിട്ടാറില്ല. ഊട്ടിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇതേപോലെ വല്ല പാർക്കിലൊക്കെ പോകുമ്പോഴാണ് കിട്ടാറ്. അപ്പം എനിക്ക് നല്ലൊരു ആഗ്രഹമാണ് എന്ത്, 1-2 കുതിര വാങ്ങിയത് നമ്മളെ അവിടെ ഒരു 2 റൗണ്ട് അടിക്കാൻ ഒരു 15, 25, 30 ഒക്കെ രൂപ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, എന്താണോ നമുക്ക് അതിന് എക്സ്പെൻസ് ആവണം, ചെറിയൊരു ടിക്കറ്റ് വെച്ചിട്ട് ആളുകളെ അതിനകത്തൊരു സഫാരിയൊക്കെ നടത്തണം അല്ലേ. കുതിര വാങ്ങിക്കണം, ഒട്ടകം വാങ്ങിക്കണം, ഇങ്ങനെ പല ആഗ്രഹം ഉണ്ട് കേട്ടോ. പക്ഷെ ഇതൊക്കെ നടക്കുമെന്ന് അറിയില്ല. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ശ്രമമാണിത്. നമ്മളൊരു 1-2-3 കോടി രൂപ കയ്യിലെടുത്ത് വെച്ചിട്ട് ഒരു പദ്ധതി തുടങ്ങുക, അല്ലെങ്കിൽ ലോൺ എടുത്തിട്ട് തുടങ്ങുക, ഇങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കണില്ല. കാരണം ലോണൊക്കെ എടുത്ത് തുടങ്ങിയ ആളുകൾ അടച്ചടച്ച് ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അതൊന്നും ഇല്ലാണ്ട് ഒരു കുറേ പേര് ഐക്യമത്യം മഹാബലം എന്നോ അങ്ങനെയൊക്കെ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ അല്ലേ, പലതുള്ളി പെരുവെള്ളമൊക്കെ കേട്ടിട്ടില്ലേ അല്ലേ. അറബിയിൽ നമ്മൾ എൻ്റെ അറബി, ഞാൻ ഗൾഫിലുണ്ടാകുമ്പോൾ പറയാം ഗത്ര ഗത്ര ബാദിൻ സെയിൽ എന്ന് പറയാം. അതായത് തുള്ളി 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 ചേർന്നിട്ട് വലിയൊരു പുഴയായിട്ട് മാറും. അപ്പോൾ ആൾ മരിച്ചു പോയാൽ സ്വർഗം കൊടുക്കട്ടെ ആൾക്ക്, ഒരു പ്രായമുള്ള ഒരു അറബി ആൾ പറഞ്ഞു. അപ്പോൾ എന്തായാലും അതേപോലെ നമ്മളൊരു പ്രേക്ഷകരെല്ലാവരും ചേർന്നിട്ട് 10,000, 10,000, 50,000, 1 ലക്ഷം, 2 ലക്ഷം തന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ തരുന്ന ആളുകൾ പിന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ രജിസ്ട്രേഷൻ നമ്മൾ പറയാണ് എൻ്റെ പേരിൽ അതല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേരിൽ ഇതിലായിരിക്കും ഈ 5 വർഷം വരെ രജിസ്ട്രേഷൻ. 5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കൂട്ടായിട്ട് ആലോചിക്കാം നമുക്ക് എന്ത് ചെയ്യണം. അപ്പോൾ നമ്മളിതിൻ്റെ ലീഗൽ വശങ്ങളൊക്കെ ആളുകൾ ചോദിക്കുക, എന്താണ് നിയമപരമായിട്ട് പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ.
നമ്മളിവിടെയുള്ള സർക്കാർ സംവിധാനത്തിലൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടത് ഇതിന് ഒരു സൊസൈറ്റി ആയിട്ട് രൂപപ്പെടുത്തുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത് 1 by 1 ആയിട്ട് ഓരോന്ന് ക്ലിയർ ആക്കിയിട്ടാണ് പോകുന്നത് അല്ലേ. നമുക്ക് കാശ് വാങ്ങിക്കുക ഒരു എന്താ പറയുക, ഒരു 5-6 പേര് ചേർന്നിട്ട് അല്ലെങ്കിൽ ഒരു 50 പേര് ചേർന്നിട്ട് ഒരു സംരംഭം തുടങ്ങുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാവും, നിയമവശങ്ങൾ. അതൊക്കെ 1 by 1 ആയിട്ട് നമ്മൾ ഓരോന്ന് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റുമോ? തുടങ്ങാൻ പറ്റില്ല. ഓരോന്ന് 1 by 1 ആയിട്ട് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ അത് ചെയ്യണ്ടേ. അപ്പോൾ രജിസ്ട്രേഷൻ ഇനി സംശയം വേണ്ട. 1000 10 സെൻറ്റ് എടുത്താലും 20 സെൻറ്റ് എടുത്താലും ഒക്കെ ഓരോരുത്തരുടെ പേരിലല്ല രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത്, നമ്മളെ പേരിൽ കേട്ടോ, നമ്മളെ ചാനലിൻ്റെ പേരിൽ, എൻ്റെ പേരിൽ. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. അതിന് വിശ്വാസമുള്ള ആളുകൾ മാത്രം ചേർന്നാൽ മതി എന്ന് നമ്മൾ തുടക്കം മുതലേ പറയണത്. കാരണം ഡൗട്ടിൽ സംശയത്തിൻ്റെ പേരിൽ പേടിച്ച് ചെയ്താൽ പിന്നെ അത് മുന്നോട്ട് പോകില്ല. അപ്പം ഞാൻ എല്ലാവരോടും പറയണ്ടേ, ഉറപ്പുണ്ടെങ്കില്ല നമ്മളിവിടുന്ന് എന്തായാലും നാട് വിട്ട് പോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ഇനി പോയാലും പ്രോപ്പർട്ടിയൊക്കെ അവിടെ ഉണ്ടാവും. അത് എടുത്തെന്തായാലും പോകില്ലല്ലോ. ഈ സ്ഥലം ഏറ്റിട്ട് ഇപ്പം കുറേ പേരുന്ന് കാശ് വാങ്ങിച്ചിട്ട് വിദേശത്തേക്ക് മുങ്ങി പോണ കുറേ ആൾക്കാരുണ്ട്, വലിയ ബിസിനസ്സുകാർ അല്ലേ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഫ്ലൈറ്റ് കയറി പോണ ആൾക്കാരുണ്ട്. നമ്മൾ അതല്ലല്ലോ ചെയ്യുന്നത്. നമ്മളൊരു ലാൻഡ് വാങ്ങിച്ചാൽ അത് അവിടെ ഉണ്ട്, അത് എടുത്തിട്ട് പോകാൻ പറ്റില്ലല്ലോ. ലാൻഡ് വന്ന് കണ്ടതല്ലേ? ലാൻഡ് വന്ന് കണ്ടാണ്. ഓക്കെ, അത് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളാണ് പറഞ്ഞത്, കുതിരയും ഒട്ടക. ഓക്കെ, ആനപ്പോൾ വാടിക്കാൻ പറ്റില്ല, കാരണം നിയമ തടസ്സം ഉണ്ടെങ്കിൽ ആനയും കൂടി വാങ്ങരുത് അല്ലേ. ഞാൻ ഇടയ്ക്ക് മംഗലാമെന്ന് പോയി ചോദിച്ചേ ഒരു ആനനെ തരുമെന്നേ. അന്ന് കുറച്ച് കാശുണ്ടായിരുന്നു, ഇപ്പോഴല്ല ഒരു 3 വർഷം നിറയെ കാശുണ്ടായിരുന്നു. അപ്പോൾ ഒരു ആനനെ തരുമോ ചോദിച്ചു. അപ്പോൾ അയ്യോ ആന വിൽക്കാൻ പറ്റില്ല, അറിഞ്ഞില്ലേ, ആന വിൽക്കാനും വാങ്ങാനും പറ്റില്ല, ഇപ്പോൾ ഉള്ളത് ഇങ്ങനെ നിലനിർത്താനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ആള്. ഓക്കെ, അന്ന് കുറച്ച് നിറയെ ആന ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ആന ഞാൻ ഇപ്പോൾ ആന പറയാത്ത. ഇനി സർക്കാരൊക്കെ നിയമ സംവിധാനങ്ങളൊക്കെ തരുകയാണ്, ഒരു ആനനെ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞാൽ അത് വാങ്ങിക്കാം നമുക്ക്. കാരണം ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ആനപ്പുറത്ത് കയറാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? ഇപ്പൊ ആന ഇടഞ്ഞ സംഭവങ്ങൾ കാണുമ്പോ ഒരു പേടി ഉണ്ടാവും അല്ലേ. അപ്പൊ നമ്മളെ സംശയങ്ങള് ഓരോന്ന്, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിരുന്നു, നമ്മള് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് എന്താണ് ഒരു പ്രൂഫ്, ഒരു എഗ്രിമെന്റ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ മറന്നുപോയതാണ്. എന്തായാലും കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട് അല്ലേ. അതായത് ആളുകൾ കാശ് തരുന്നതിന് എന്താ പ്രൂഫ് എന്നല്ലേ. നമ്മൾ അതിന് കൊടുക്കുന്ന ഒരു മറുപടി 10,000 രൂപ 20,000 രൂപ 50,000 ഒക്കെ ആളുകൾ തരുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു പ്രൂഫ് ആയിട്ട് നമ്മൾ എല്ലാവർക്കും ഒരു 10,000 രൂപയ്ക്ക് 20,000 രൂപയ്ക്ക് വലിയ എഗ്രിമെന്റ് തയ്യാറാക്കിയാൽ അത് പ്രായോഗികമല്ല, പല ഭാഗത്ത് ഉണ്ട്. നമ്മൾ നേരിട്ട് വരുമ്പോൾ ഓക്കെ, നമ്മൾ എന്തെങ്കിലും അതിപ്പോൾ ഒരു 10,000 രൂപ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റാമ്പ് പേപ്പറിൽ കാക്കേ ജഗദീഷിന്റെ ഡയലോഗ് പറയേണ്ട ഒരു ലാസ്റ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം, ഓൺലൈനായിട്ട് ആളുകൾ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു എവിഡൻസ്. നമ്മൾ കയ്യിൽ കാശ് വാങ്ങിക്കുന്നത് വളരെ കുറവാണ്. എന്തെങ്കിലും ആരെങ്കിലും അക്കൗണ്ട് ഇല്ല അല്ലെങ്കിൽ കയ്യിലാണ് കാശ് എന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ കയ്യിൽ പഠിക്കുന്നുള്ളൂ. അത് അപൂർവം 1-2 ആൾ, ബാക്കി എല്ലാ അക്കൗണ്ടിലേക്കാണ് വഹിക്കുന്നത്. ഇവർക്ക് നമ്മൾ ചെറിയ എമൗണ്ടുകളാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു റെസിപ്റ്റ്, അതായത് നമ്മുടെ ചാനലിൻ്റെ പേരുള്ള ലെറ്റർ പാഡിൽ ഞാനിതാ 10,000 രൂപ വാങ്ങി കൈപ്പറ്റിയിരിക്കുന്നു ഇന്ന ആവശ്യത്തിലേക്കെന്നും പറഞ്ഞ് അഗ്രികൾച്ചർ സൊസൈറ്റിയിലേക്കെന്നും പറഞ്ഞ് നമ്മൾ എഴുതി സൈൻ ചെയ്ത് സീൽ വെച്ചിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇത് പോരെ, ഇതിലപ്പുറം എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പോൾ 1 ലക്ഷം 2 ലക്ഷം 5 ലക്ഷമൊക്കെ തന്ന ആളുകൾ എന്ത് ചെയ്യാം, അവർക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ തന്നെ സാധാരണ നമ്മൾ സ്ഥലത്തിനൊക്കെ ചെയ്യുന്ന പോലെ ഒരു വലിയ എമൗണ്ട് 2 ലക്ഷം 5 ലക്ഷം ഒക്കെ തരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, നമ്മൾ അങ്ങനെ എഴുതി സൈൻ ചെയ്ത് കൊടുക്കുക. അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. സാധാരണ എന്താണോ അതിൻ്റെ വശങ്ങൾ അല്ലേ, നമ്മൾ നിയമപരമായിട്ട് എന്താ ചെയ്യേണ്ടത് അത് ചെയ്ത് കൊടുക്കുക. നമ്മുടെ റെസിപ്റ്റും ലെറ്റർ പാഡ് തന്നെയാണ് ഏറ്റവും വലിയ നമ്മൾ വാങ്ങിച്ചു എന്നുള്ളത് അല്ലേ. പിന്നെ അത് ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ അടിച്ചിട്ടൊക്കെ വരണം, അത് കുറേ റിസ്ക്കിയാണ്. അതൊക്കെ കണ്ടുപിടിക്കാനുള്ള സംവിധാനം നമ്മുടെ പോലീസിൻ്റെ വിവരത്തൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഒരാൾ പറയുകയാണ് ഞാൻ 2 ലക്ഷം തന്നോട്ടൊരു അതേപോലെ റെസിപ്റ്റൊക്കെ ഉണ്ടാക്കി തന്നാൽ അല്ലേ, ഇപ്പോൾ ഫോറൻസിക് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ആ സമയത്ത് കൈകാര്യം ചെയ്യുക. തന്നു എന്നുള്ളതിന് വാങ്ങിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയൊരു എവിഡൻസ് നമ്മൾ ബാങ്ക് ട്രാൻസ്ഫർ തന്നെയാണ്. പിന്നെ അല്ലേ, ആളുകൾ ഗൂഗിൾ പേ അതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാം വൈറ്റായിട്ട് എല്ലാം ഈ ഒരു രാജ്യത്തെ നിയമ സംവിധാനങ്ങൾക്ക് ബാങ്ക് നിയമങ്ങൾക്ക് റിസർവ് ബാങ്കിൻ്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് കൃത്യമായിട്ട് നമ്മൾ ഡിജിറ്റലായിട്ട് തന്നെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് കള്ളപ്പണമോ അല്ലെങ്കിൽ അല്ലേ ബ്ലാക്ക് മണി അതൊന്നും നമുക്ക് ആഗ്രഹമില്ല, ചെയ്യൂല. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ അല്ലേ. അപ്പോൾ പൈസ തരുന്നവർക്ക് പ്രൂഫ് അതാണ് നമ്മളൊരു ലെറ്റർ പാഡിൽ കൊടുക്കുന്നു പറഞ്ഞു. വേറെ എന്തെങ്കിലും ഒന്നുകൂടെ ഉണ്ട്, നമ്മള് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് പ്രോഫിറ്റ് മന്ത്ലി കിട്ടുമെന്ന് ആൾക്കാർ ചോദിച്ചിരുന്നു. അപ്പൊ അതിനെന്താ ഇടയ്ക്കൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അതായത് എന്തെങ്കിലും കാശ് എന്തായാലും മാസം ഒരു വരുമാനം അല്ലേ, അതൊരു നല്ല ചോദ്യമാണ്. എന്താ വെച്ചാൽ മാസം ഒരു വരുമാനം കിട്ടുക എന്നുള്ള നല്ല കാര്യം തന്നെ. പക്ഷെ നമ്മളുള്ളത് സത്യം തുറന്ന് പറയാലോ, നമുക്കിപ്പോൾ ഒരാളെ 1 ലക്ഷം 2 ലക്ഷം വാങ്ങിച്ചിട്ട് മാസം കൊടുക്കാൻ നമുക്ക് കഴിയില്ല. എന്താ വെച്ചാൽ അത് നടക്കാത്ത കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് എന്താ പറയുക,
വേറെ പല ആളുകളും അങ്ങനെ ബിസിനസ് ചെയ്യുന്നുണ്ടാവും. നമ്മളെന്ന് പറയുന്ന ഒരു അഗ്രികൾച്ചർ സൊസൈറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചത് ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ വാങ്ങിക്കണ കാശ് എന്താ ചെയ്യണത്? ലാൻഡ് വാങ്ങിക്കുകയാണ്. അപ്പോൾ ആ ലാൻഡിൽ നിന്ന് നമുക്ക് വേറെ കാശൊന്നും പറിച്ചെടുക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നും പറ്റില്ലല്ലോ. നമ്മൾ വളരെ സ്ലോ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ലാൻഡ് ആദ്യം ഡെവലപ്പ് ചെയ്യണം. അതിനകത്ത് കൃഷി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അതിപ്പോൾ ഒരു ചീരകൃഷി, ഇപ്പോൾ ഏറ്റവും ഉദാഹരണത്തിന് ചീര വിത്ത് വാങ്ങിയിട്ട് അത് പെട്ടെന്ന് ഇങ്ങനെ ഇട്ടുണ്ടാവോ? ഇല്ല. ചീരകൃഷി ചെയ്യണമെങ്കിൽ എന്താ വേണം? ആദ്യം ട്രാക്ടർ വന്നൊക്കെ പൂട്ടി സെറ്റാക്കി അതിന് ഷീറ്റൊക്കെ വിരിച്ച് വളരെ ഭംഗിയായിട്ടില്ലേ. നമ്മളെ വെറൈറ്റി ഫാർമർ എന്ന് പറഞ്ഞിട്ടൊരു സുജിത്തേട്ടുണ്ട്. പുള്ളി അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് കൃഷിയിലെ നല്ല രീതിയിൽ. പുള്ളി ആ ചെയ്യുന്നതും അതിൻ്റെ വിപണനം ചെയ്യുന്നതൊക്കെ കാണിക്കാറുണ്ട്. അദ്ദേഹവുമായിട്ട് ഞാൻ വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. വാട്സപ്പിലൊക്കെ നല്ലൊരു വ്യക്തിയാണ്. അപ്പോൾ കൃഷിയെക്കുറിച്ച് ആൾ നല്ല പ്രോത്സാഹനം തരുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനങ്ങളുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇന്നിട്ടിട്ട് ഇന്ന് തന്നെ കിട്ടില്ല. അപ്പോൾ അങ്ങനെ അത് ചെയ്ത് നോക്കി ലാഭം കിട്ടി വരുമ്പോഴത്തേനും സമയം മാസങ്ങളെടുക്കും. അപ്പോൾ നമുക്ക് പിന്നെ എങ്ങനെ മാസം കൊടുക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ഈ ഒരു ഫസ്റ്റത്തെ നമ്മളൊരു ചെറിയ എമൗണ്ട് 200-300 ചെയ്തിട്ട് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് നമ്മളൊരു വിളവെടുപ്പ് നടത്തിയാൽ അത് അപ്പം തന്നെ വിതരണം ചെയ്താൽ അത് കഴിഞ്ഞില്ലേ. പിന്നെ അടുത്തത് ചെയ്യാൻ പൈസ ഉണ്ടാവില്ല, നമുക്ക് ക്യാപിറ്റൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതിനാണ് 5 വർഷം സമയം നമ്മൾ ചോദിച്ചത്. അപ്പോൾ ഈ നമ്മൾ 1-ാമത്തെ വർഷം 2-ാമത്തെ വർഷം 3-ാമത്തെ വർഷമൊക്കെ നമ്മൾ നിന്ന് കിട്ടുന്ന കൊച്ചു ലാഭങ്ങൾ, ചെറിയ ലാഭങ്ങൾ നമ്മൾ സൊസൈറ്റിയുടെ പേരിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കും. കുഴപ്പമില്ല. നമുക്കൊരു ആൾക്കൊരു 1500-2000 രൂപ വെച്ച് കൊടുത്താലും നമുക്ക് അടുത്ത കൃഷിക്കുള്ള കാശ് ഇവിടെ ഉണ്ട് എന്ന് ഒരു ബോധ്യം വരികയാണെങ്കിൽ നമ്മളപ്പോൾ അനൗൺസ് ചെയ്യും. നമുക്കിതൊരു 1000 രൂപ ലാഭമായിട്ട് വന്നിട്ടുണ്ട്, ഇതെന്ത് ചെയ്യാം, ഇത് നിങ്ങൾക്ക് തരാം, എല്ലാവർക്കും തരല്ലേ, വീതിക്കട്ടെന്ന് ചോദിക്കുമ്പോൾ ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ അപ്പോൾ കൊടുക്കാൻ കഴിയും. അത് എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അല്ലേ. നമുക്കൊരു വാഴ വെച്ച് അത് നനച്ച് വളർന്ന് എല്ലാവരും വാഴക്കൊല ഉണ്ടാക്കി വെട്ടി മാർക്കറ്റിൽ കൊടുത്തിട്ട് വേണം കാശ് കിട്ടാൻ. അപ്പോൾ അത് ചിലപ്പോൾ വീണ് പോകാം, ചിലപ്പോൾ കിട്ടാം. അപ്പോൾ കിട്ടിയാലേ കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ ശൂന്യതയിൽ നിന്ന് നിങ്ങൾ 5 ലക്ഷം തരൂ 3 ലക്ഷം തരൂ ഞാൻ എത്ര തരാം അത്ര തരാമെന്ന് വെറുതെ വായിട്ടടിച്ചിട്ട് പറയാനൊക്കെ എളുപ്പമാണ്, പക്ഷെ അത് കഴിയില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു വാഗ്ദാനവും ഇല്ല. അതുകൊണ്ടാണ് ഈ ഒരു 5 വർഷത്തെ പദ്ധതി എന്ന് പറഞ്ഞത്. അപ്പോൾ വേറെ എന്തെങ്കിലും? അപ്പോൾ നമ്മുടെ ഈ ഡീറ്റെയിൽഡ് വീഡിയോ കൂടെ കാണുമ്പോൾ ഇനിയും ചിലവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എല്ലാവരോടും പറയാറുള്ളത്, നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. നമ്മൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യുമ്പോൾ പല ആളുകൾ വിളിക്കാറുണ്ട്. ഇന്നലെയൊക്കെ ഒരു 8:30-9 മണിക്കൊക്കെ നിറയെ കോൾ വന്നിരുന്നു. പക്ഷേ ഷഫിനൊക്കെ അറിയാലോ, 8-8:15 ഞാൻ ഉറങ്ങിപ്പോവും. നേരത്തെ ഉറങ്ങും. ചിലപ്പോൾ ഓൺലൈനിൽ നിങ്ങൾ കാണുമായിരിക്കും, അത് വൈഫൈ ഉള്ളതുകൊണ്ട് അങ്ങനെ കാണുന്നതാണ്. കുട്ടികൾ പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇരിക്കുമ്പോൾ സമയമാവും. അപ്പം നേരത്തെ ഇഷ നിസ്കാരം കഴിഞ്ഞാൽ വേഗം ഉറങ്ങും. ആ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫോൺ എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ രാവിലെയാണ് തിരിച്ച് വിളിക്കുക, വാട്സപ്പുള്ളവർക്ക് തിരിച്ച് മെസ്സേജ്. അപ്പോൾ നിങ്ങൾ മാക്സിമം വാട്സപ്പ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. വാട്സപ്പ് ചെയ്യുമ്പോൾ തന്നെ പേരും സ്ഥലവും പറയുക. കാരണം ഒരുപാട് ആളുകൾ, ഇപ്പോൾ രമേശ് എന്നുള്ള ഒരാളാണ് എനിക്ക് വിളിക്കണ മെസ്സേജ് ചെയ്യുന്നത് പറഞ്ഞാൽ കുറേ രമേശ് ഉണ്ടാവും. റഹീം എന്നുള്ളൊരാളാണെങ്കിൽ കുറേ റഹീം ഉണ്ടാവും. അപ്പോൾ റഹീം ചേലക്കര, രമേശ് പാലക്കാട്, ഇങ്ങനെ പേരും സ്ഥലവും പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമ്മൾ സേവ് ചെയ്തിട്ട് തിരിച്ച് വിളിക്കും, തിരിച്ച് മെസ്സേജ് ചെയ്യും. 1-ാമത്തെ സ്റ്റെപ്പ്. പിന്നെ നമുക്ക് നിങ്ങളുടെ അഡ്രസ്സ് വ്യക്തമായിട്ട് കിട്ടാൻ ഈ കാശ് അയക്കുന്നതോടു കൂടി നമ്മൾ ഒന്ന് മെസ്സേജ് ചെയ്യുമ്പോൾ അക്കൗണ്ട് നമ്പറോ വാട്സപ്പ് ഗൂഗിൾ പേ നമ്പറോ ഒക്കെ കൊടുക്കും. അപ്പോൾ അതിൽ പൈസ അയക്കുമ്പോൾ അതോടുകൂടി ആധാർ കാർഡ്, അതിൽ അഡ്രസ്സ് ഉണ്ടാവും. അഡ്രസ്സ്, നോമിനിയുടെ ഒരു പേരും അല്ലേ. ഇപ്പോൾ ഷഫിന ഉമ്മയുടെ പേര് നോമിനി വട്ട് തന്നത്. അപ്പോൾ അതേപോലെ നോമിനിയുടെ പേര്, ഇപ്പോൾ ഞാൻ ഓരോരുത്തർ ഭാര്യയുടെ പേര്, മകൻ്റെ പേര്, അച്ഛൻ്റെ പേര് പല രീതിയിൽ തരാറുണ്ട്. ഇപ്പോൾ കല്യാണം കഴിക്കാത്ത പിള്ളേരുണ്ട്, അപ്പോൾ അവർ അച്ഛൻ്റെ പേര് തരാറുണ്ട്, അമ്മയുടെ പേര് തരാറുണ്ട്, മക്കളെ പേര് തരാറുണ്ട്. നോമിനി എന്തിനാ വെച്ചാൽ അറിയാമല്ലോ, നോമിനി നമ്മൾക്ക് എന്തിനും നോമിനി ഉള്ളത് നല്ലതാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ ആ നോമിനിയുടെ പേരും അവരുടെ ആധാർ നമ്പറും, അവരുടെ ഫുൾ ആധാർ കാർഡ് വേണമെന്നില്ല, ആധാർ നമ്പറും മാത്രം കിട്ടിയാൽ മതി. ഓക്കെ. ഇത് നമ്മളൊരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി നമ്മൾ വാങ്ങിച്ച് നമ്മൾ ഈ കാശ് തിരിച്ചേൽപ്പിക്കണമല്ല അല്ലേ. ലാഭം കിട്ടിയോ ലാഭം കിട്ടിയില്ലേ അതല്ല, കാശ് വാങ്ങിച്ചത് ഉത്തരവാദിത്തോടെ തിരിച്ചേൽപ്പിക്കണമല്ലോ. അപ്പോൾ ഓക്കെ. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇതാണ് ഇത്രയുള്ള പ്രൊസീജിയർ. കാശ് അയക്കുമ്പോൾ തന്നെ ഈ ഒരു പ്രാഥമിക വിവരങ്ങൾ, ആധാർ കാർഡ് കാര്യങ്ങൾ, നമ്മൾ ഇന്നേറ്റ ഒരു വിവരങ്ങൾ കിട്ടുന്ന അതിലാണല്ലോ. അത് പ്രകാരം നമ്മൾ എഴുതി അവരെ വാട്സപ്പിൽ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യും. പിന്നെ വന്ന് കാണണം അല്ലേ. ഷഫിനന്ന് വന്ന് കണ്ടപ്പോഴല്ലേ നമ്മൾ ആ ഒരു പ്രോപ്പർട്ടിയൊക്കെ വന്ന് കാണാം. ഒന്നും കൂടി നമ്മൾ കൃഷിയൊക്കെ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് കാണാൻ അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി നമ്മൾ ഉണ്ടാക്കണം അല്ലേ. അതും കൂടി ഉണ്ടാക്കാനുണ്ട്. പിന്നെ ഒരു ഫാമിലിയെ നമ്മളവിടെ ഒരു ജോലിക്കും കൂടി വെക്കണമെന്നുണ്ട് സ്ഥിരമായിട്ട് ചെയ്യാൻ. മുയലൊക്കെ വളർത്തണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ. മുയൽ നല്ല കാണാനും ഭംഗിയാണ്, കഴിക്കാനും സ്വാദാണ്. അപ്പോൾ വളർത്താനും നമുക്ക് വലിയ ആടും പോത്തൊക്കെയാണെന്ന് പറഞ്ഞാൽ
ഒരുപാട് ഏരിയയിൽ കൂടെ അലഞ്ഞ് തിരിഞ്ഞ് പിടിച്ചുകൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തുടക്കത്തിൽ മുയൽ കൃഷി എന്നൊക്കെ ഒരു മനസ്സിൽ പ്ലാൻ ഉണ്ട്. പിന്നെ നമുക്കൊക്കെ സജസ്റ്റ് ചെയ്യാം ലാഭമുള്ള സംഗതികൾ. ഒരുപാട് ആളുകൾ കുറ്റിക്കുരുമുളക് കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷെ അതിന് പ്ലാസ്റ്റിക് തൂണൊക്കെ വെച്ച് ചെയ്യാൻ കുറേ എക്സ്പെൻസ് ഉണ്ട്, കുറേ അധികം. അപ്പോൾ നമ്മളെല്ലായിടത്തും അത്ര എക്സ്പെൻസ് ഇത്ര ഒരുപാട് കാശ് വാങ്ങിക്കാനോ ചോദിക്കാനോ നമുക്ക് ഒരു മനസ്സ് വരുന്നില്ല. തുടക്കം നമ്മൾ പയ്യെ ചിലവ് കുറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ചെയ്യാം. പിന്നെ വലുതാകുമ്പോൾ ഡെവലപ്പ് ആകുമ്പോൾ ആൾബലം കൂടുമ്പോൾ ഒരുപാട് ആളൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനത്തെ വലിയ പ്രോജക്റ്റൊക്കെ ചെയ്യാം. ഇനിയും സ്ഥലങ്ങൾ എടുക്കാമല്ലോ. നമുക്ക് ഈ 10,000 എന്നുള്ളത് പിന്നെ കൃഷിഭൂമി ആയതുകൊണ്ടാണ്. നേരെ മറിച്ച് വലിയ പറമ്പോ പിന്നെ കുറച്ചുകൂടെ നല്ല ഏരിയകൾ. ചില ആളുകൾ പറയാറുണ്ട് ഇടുക്കി അട്ടപ്പാടി ഇവിടെ നിന്നൊക്കെ വരുമാനം ഉള്ളത്. ഇപ്പോൾ ഈ മരം നിറച്ച് നാളികേരുണ്ട്, അപ്പോൾ വരുമാനം കിട്ടുമല്ലോ, അപ്പോൾ അത് വാങ്ങിച്ചൂടെ ചോദിക്കും. ഉദാഹരണം പറഞ്ഞത് നാളികേരല്ലത് നമ്മളെ മറ്റേ ബദാമരാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഭയങ്കര വിലയാണ് പറയണത്. അപ്പോൾ നമ്മൾ ഈ സെൻറ്റൊന്നിന് 10,000 എന്നുള്ളത് കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രേക്ഷകരിൽ അധികം സാധാരണക്കാരാണ്. അപ്പോൾ അവർക്ക് ഒരു 10,000 രൂപ ഒരു സെൻറ്റിന് എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരന് ചേരാൻ കഴിയും. ഇപ്പോൾ ഈവൺ ഒരു സ്റ്റുഡൻറ്റ് വരെ വന്നിട്ട് അതിനകത്ത് അവരെ കൊച്ചു സമ്പാദ്യത്തിനടുത്താണ് തരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നൊരു തെങ്ങും തോപ്പ് മേടിക്കുകയാണെങ്കിൽ മിനിമം 40,000 രൂപ സെൻറ്റിന് കൊടുക്കണം. അത് കിട്ടാനില്ല. കൊല്ലങ്കോട് ഭാഗത്ത് നെന്മാറ ഭാഗത്തൊക്കെ ഇപ്പോൾ അന്വേഷിക്കുമ്പോൾ ഇരട്ടി 80,000 പറയണം. പിന്നെ ദൂര സ്ഥലങ്ങൾ പോയിട്ട് ഇടുക്കി അതിൽ ദൂര സ്ഥലത്ത് പോയിട്ട് നമ്മൾ 25,000 30,000 കിട്ടുമായിരിക്കും കുരുമുളക് കാപ്പിയൊക്കെ ഉള്ളത്. പക്ഷെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയി വരാനുള്ള എക്സ്പെൻസ്, പോകാനും നിൽക്കാനും നോക്കാനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് അത്ര ദൂരം പോകാൻ. അപ്പോൾ നമ്മളെ കണ്ണെത്തുന്ന ദൂരത്താണ് നമുക്ക് വാങ്ങിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ പരിസരങ്ങളിൽ ഇനി ഇതിലും കുറവ് സ്ഥലം കിട്ടുമെങ്കിൽ മേടിക്കാം. അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് കുറച്ചൊക്കെ ഒരു വില വ്യത്യാസം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും ഈ ഷെയറിൻ്റെ എമൗണ്ട് കൂട്ടേണ്ടി വരും അല്ലേ. 10 എന്നുള്ള 20 പറയുമ്പോൾ വലിയൊരു ഭാരം തന്നെയല്ലേ. അതുകൊണ്ടാണ് നമ്മൾ വരുമാനമുള്ള സ്ഥലങ്ങൾ അന്വേഷിക്കുമ്പോൾ അതിനേതായിട്ടുള്ള വലിയ എമൗണ്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ സാധാരണ ഒന്നുമില്ലാത്തൊരു സ്ഥലം വാങ്ങിച്ച് നമ്മൾ അവിടെ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യാന്നുള്ളത്. അപ്പോൾ സംശയങ്ങൾ കുറേ നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇനി നിർത്താതെ പറയാമെങ്കിൽ ആളുകൾക്ക് ബോറടിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ഇടയ്ക്ക് വരാം. പിന്നെ ഈ ഒരു പ്രോഗ്രാമിന് മാത്രമല്ല നമ്മൾ വീട് സ്ഥലങ്ങളൊക്കെ നിറയെ കാണിക്കണ്ടേ, അതിനൊക്കെ ഒന്നുകൂടെ അല്ലേ. സ്കൂളില്ലാത്തപ്പോൾ സ്കൂളില്ലാത്തപ്പോൾ നമ്മളെ കാരണം എനിക്കൊന്ന് കുറച്ചുകൂടെ എന്ത് ചെയ്യാം, എനിക്കൊരാളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ കൃഷിയിൽ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. നമ്മളെ ഫാമിലി കാരണമൊക്കെ ഒന്ന് സ്പീഡാക്കാം. അപ്പോൾ ഇടയ്ക്ക് വരണം, ഞാൻ വിളിക്കും. അപ്പം പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാലല്ലോ. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിന് ബൈ.